ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ശഫാഅത്ത് ചോദിച്ചാൽ ആ ശഫാഅത്ത് ചോദിക്കുന്നത് ശരിയല്ല. നബി തങ്ങൾക്ക് അതിന് അധികാരമില്ല. അല്ലാഹ് പറയുന്നവരെ മാത്രമേ അവിടെ വെച്ച് ശുപാർശ ചെയ്യാൻ നബി തങ്ങൾക്ക് അനുമതിയുള്ളൂ. അതുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ കേൾക്കണോ നിങ്ങള്, മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 8ാമത്തെ വയസ്സ് മുതൽ 18ാമത്തെ വയസ്സ് വരെ മുത്തുനബിക്ക് ഖിദ്മത്തെടുത്ത അനസ് തങ്ങളെ ഒരിക്കൽ നബി തങ്ങൾ അവസാന കാലത്ത് മറള് മൗത്തിലാകുന്ന സമയം ബഹുമാനപ്പെട്ടവരെ അടുത്ത് വിളിച്ചു, മോനെ 10 കൊല്ലമായി ഖിദ്മത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഭൗതികമായ ഒരു സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടില്ല, ശമ്പളം നൽകിയിട്ടില്ല, മറ്റൊന്നും എനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അനസ് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് മഹാനരായ അനസ് ബിൻ മാലിക് തങ്ങളോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ അനസ് തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നബിയേ എനിക്ക് ഇവിടെയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ്. അസ്അലുക അശ്ശഫാഅത യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ അങ്ങയോട് എനിക്ക് ശഫാഅത്താണ് ചോദിക്കാനുള്ളത്. അയ്യുഷ്ഫഅലി, എനിക്ക് റെക്കമെൻഡ് ചെയ്യപ്പെടണോ, അതുകൊണ്ട് അങ്ങയോട് ഞാൻ ശഫാഅത്ത് ചോദിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞത്, ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ് എന്ന് ഓതിയിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് നിർവാഹമില്ല എന്ന് പറയുന്നതിന് പകരം ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അന ശാഫിഉൻ, നാളെ പാരത്രിക ലോകത്ത് വരുന്ന സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം അനസേ. മഹാനരായ അനസ് തങ്ങൾ വിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ജനകൂടികൾ വരുന്ന ആ മണ്ണില് കോടാനക്കോടി ആളുകൾ വരുമ്പോ ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ഹബീബായ തങ്ങളെ അങ്ങയെ എങ്ങനെ കണ്ടുപിടിക്കോ, അങ്ങ് എവിടെയാണ് ഉണ്ടാവുക, അങ്ങയൊന്ന് കാണാനുള്ള മാർഗം എന്താണ്? ഉടനെ തന്നെ മഹാനരായ നബി തങ്ങൾ പറഞ്ഞു, അനസേ, ഹൗദുൽ കൗസർ ഇല്ലയോ, ആ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാനുണ്ടാകും മനസ്സേ. ഇന്നേനാർജു ഇലാ കസി ഹൗദിക ലിൽ ആതാശ് യൗമാ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. അതേ ഹൗദുൽ കൗസർ വല്ലാത്തൊരു പാനീയമാണ്. അതേ മഹ്ശറിൽ അത് കൊണ്ടുവന്ന് വെക്കൂ. എന്നിട്ട് അവിടെയുള്ള ഉപയോഗം കഴിഞ്ഞാൽ അതിനുശേഷം യൂട്ടിലിറ്റി സ്വർഗത്തിലാണ്, നേരെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണ്. അതാണ് ഹൗദും ഫിൽ ജന്ന എന്ന് പറയുന്നത്. ആ നിലക്കുള്ള ഹൗദുൽ കൗസർ കുടിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരു വിഭാഗം ജനങ്ങൾ അതിന്റെ അടുക്കൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗത്തിൽ നിന്നല്ല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അനസ് തങ്ങളോട് പറഞ്ഞു, എന്നെ അവിടെ കാണും എന്ന് പറയുമ്പോ നബിയെ അങ്ങയെ കാണണമെന്നാഗ്രഹിച്ച് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വന്നപ്പോ അങ്ങയെ ഞാൻ കാണാതിരുന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഇദൽ മീസാൻ, ഞാൻ മീസാനിന്റെ അടുക്കലുണ്ടാകും. അതേ മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ മുത്തുനബി നിൽക്കുകയാണ്. 1,24,000 അമ്പിയാക്കളില് എല്ലാ ആളുകളും കസേരയിൽ ഇരിക്കുമ്പോൾ, ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോ മുത്തുനബിയുടെ ഇരിപ്പിടത്തിൽ ഇരിപ്പ് വരുന്നില്ല. അവിടെ ഇരുന്ന് എന്റെ സഹോദരന്മാരായ പൂർവികരായ അമ്പിയാക്കളോട് ഞാൻ വർത്തമാനം പറഞ്ഞാൽ എന്റെ ഏതെങ്കിലും ഒരു ഉമ്മത്ത് അമല് കുറഞ്ഞതിന്റെ പേരില് സബാനിയാക്കളായ മലക്കുകള് പിന്നിലേക്ക് ചങ്ങല വെച്ച് കൊണ്ടുപോയാൽ അത് വല്ലാത്ത വിഷമമല്ലേ എന്ന നിലക്ക് ഹബീബായ തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.
അമല് കുറവുള്ള ആളുകളുണ്ടോ? അതേ നബിയേ, അതാ ഒരാൾക്ക് അമല് കുറവാണ്, അയാളുടെ നേരെ ചങ്ങല വീഴാൻ പോവുകയാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ ഒരു ചെറിയ കുറിപ്പ് മീസാനിലിടുമ്പോ ആ മീസാൻ അങ്ങ് താഴ്ന്നു പോവുകയാണ്, അനുകൂലമാവുകയാ. ഏതാണെന്നോ, ദുന്യാവിൽ തെറ്റുകാരനാണ്, അമലുകൾ കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തി ആരാ? ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിയുടെ സ്വലാത്ത് ചൊല്ലിയതിന്റെ റിക്കാർഡാണ് ദുന്യാവിൽ നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, ഹജ്ജ് ചെയ്താൽ, സക്കാത്ത് കൊടുത്താൽ ഈ അമലുകളൊക്കെ നിരീക്ഷണത്തിന് വിധേയമാകോ? വൈകുന്നേരം ഒന്ന് കയറണോ? ഓരോ ദിവസം വൈകുന്നേരം പകലിലുള്ളത് കയറും, അതേ രാത്രിയിലുള്ളത് സുബഹിക്കും കയറും. പക്ഷേ ഇവൻ ഗീബത്ത് പറഞ്ഞാൽ കയറൂല, കളവ് പറഞ്ഞാൽ കയറൂല, അമലുകൾ സ്വീകരിക്കപ്പെടൂല. അത് രേഖപ്പെടുത്തുന്നത് മലക്കുകളാണ്. യാതൊരു കൃപയും ഇല്ല, അവരോട് കൽപ്പിക്കപ്പെട്ടത് അവര് ചെയ്യാറുള്ളൂ. വേറെ ഒരു സ്വാധീനമോ കൈക്കൂലിക്കോ വഴങ്ങൂല. എന്നാൽ സ്വലാത്ത് രേഖപ്പെടുത്തുന്നത് അത് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്ത് നബി എവിടെ വെക്കുമെന്നാണ്? സഹീഫു അഅമാലി ബിബിസ്രി മൽതുഹാ വഅമദ അർജു യൗമ അർളി അലൽ മുഹ്സി. ആ തൂക്കപ്പെടുന്ന മീസാനിലേക്ക് അനസേ ഞാൻ അവിടെ നോക്കിയിരിപ്പുണ്ടാകും. അതുകൊണ്ട് ആ തൂക്കുന്നിടത്ത് എന്നെയൊന്ന് അന്വേഷിച്ചോ, ഞാൻ പരിസരത്തുണ്ടാകോ. അനസ് തങ്ങൾ വിട്ടില്ല നബിയെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ കാണാതെ, മീസാൻ എന്ന തുലാസിന്റെ അടുക്കലും കാണാതെ വന്നാൽ പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഉമ്മത്തിനെയൊന്ന് ആശ്വസിപ്പിക്കാൻ, സിറാത്ത് പാലം കടത്താൻ. അതേ, എന്റെ മുഖത്തൊന്ന് നോക്കി അക്കരെ കടക്കുമ്പോ ആശ്വാസമല്ലേ? ഹബീബായ തങ്ങൾ അവിടെ കാത്തിരിപ്പാണ്. സിറാത്ത് പാലം കടന്ന ഒരാൾ ഇക്കരെ കടക്കുന്നുണ്ടെങ്കിൽ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഉദ്ഘാടനം ചെയ്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വാതിലിന്റെ അവിടെ ആക്കി നേരെ വരും. അതാ പറഞ്ഞത്, ആദ്യമായിട്ട് മഅ്സറിൽ കിതാബ് കിട്ടൽ മഹാനരായ ഉമർ ബിൻ ഖത്താബ്. ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ആദ്യം കിട്ടിയ സന്തോഷമല്ല വേണ്ടത്, നമുക്ക് ലൈനിന്റെ പിന്നിൽ നിൽക്കണേക്കാളും മുന്നിൽ നിന്നാലും സമാധാനമാണല്ലോ. എന്റെ പേരാദ്യം വിളിച്ചിട്ട് എയർപോർട്ടിൽ എത്തണം എന്നൊക്കെ വെറുതെ പറയും, എന്നാലും അല്ലേ? എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ സിദ്ദീഖ് തങ്ങൾക്കോന്ന് വെച്ചു, മൂപ്പരിക്ക് കിതാബ് കിട്ടൂല. വേണ്ട, എന്താ പരിപാടി? മൂപ്പര് നേരെ അക്കരെ കടന്നിട്ട് അവിടെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. ഇക്കരെ മുത്തി നബി എന്നിട്ട് ഇങ്ങനെ അള്ളഹാനോട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി. സിറാത്ത് പാലം കടക്കണീന്റെ മുമ്പ് വലിയൊരു പുകട് വരും. മുന്നിക്ക് കണ്ണു കാണൂല, കാണാതെ പോണം. അത് എത്ര? 70,62,30,000 കിലോമീറ്റർ. സംശയം ഉണ്ടെങ്കിൽ അളന്നു നോക്കിക്കൂടെ. 15,000 കൊല്ലത്തെ വഴിദൂരം എന്നാണ് ഹദീസിലുള്ളത്. അതിനെ ജംഉ ഖസ്റിന്റെ മസാഫത്തുമായി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ്. ആ സിറാത്ത് പാലം കടക്കാൻ നേരത്ത് ഒന്നായിട്ട് ഇങ്ങോട്ട് പുക പൊന്തും, ഇങ്ങോട്ട് ഇരുട്ടാകും. ഇങ്ങോട്ട് അക്കരെ പറ്റുന്ന ആൾക്കാരെ മുമ്പിലും ലൈറ്റ് വരും. ഇബാദത്തുകളൊക്കെ അങ്ങോട്ട് ലൈറ്റ്, വുളുവൊക്കെ പരിപൂർണാക്കിയ ആളെ കയ്യും കാലൊക്കെ അങ്ങോട്ട് ലൈറ്റ് എത്തിച്ചിട്ട്, അതുപോലെ ഇബാദത്തുകൾക്ക് നല്ല പ്രകാശമായിട്ട് യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മതി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. നൂർ, പ്രത്യേകം പ്രകാശം വരും. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാത്തൊരു സംഭവം. അല്ലാത്തവരും അങ്ങനെ കൊഴിഞ്ഞാടും. ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുക, ഇങ്ങനെ പോയാൽ പോരാ, അഥവാ നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ സർക്കസ് കയറുമ്പോ തൂങ്ങണ പോലെ ഇങ്ങനെ പോയാൽ പോരാ, ചില ദൂരം പോവാണ്ട്. അതാ പോയി പാലേ. അപ്പൊ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ വരും.
ഓൽക്ക് അമല് ഈക്വലായിക്ക. ഇങ്ങനെ നന്മയും തിരുമ്പി ഏകദേശം ഒപ്പാണ്, കൂടുതലൊന്നിട്ടില്ലേനും. കുത്തിത്തിരിപ്പ് കുന്തരായും അത്യാവശ്യത്തിനുണ്ട്. എന്നാ ഇബാദത്തും സംഗതി ഉണ്ട്. ചില ആൾക്കാരെ തൊള്ള അങ്ങനെയാണല്ലോ, സുബ്ഹാനല്ലാഹ് പറയും, പോ ബലാലെന്നും പറയും. അങ്ങനെ അങ്ങനെ എന്തുണ്ടാവും, രണ്ടും വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഇതേപോലെ നന്മയും തിന്മയും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ കടക്കാൻ വരുന്നില്ല. പഴയ കാലത്ത് ഈ പാടത്തിന്റെ ഇടയിൽ ഇടക്കോരെ കയായി ഉണ്ടാവുമ്പോ ചാടി കിടക്കലുണ്ട്. ചിലപ്പോ ഇങ്ങനെ ചാടാൻ വയ്ക്കാതെ ഇങ്ങനെ ഇങ്ങനെ മൂട് കുലുക്കി ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ചാടണോ വേണ്ടേ, ചാടും. സംശയത്തിലെ ചാടിയാലോ സൈലൻസർ കുത്തിയാൽ പോകുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകില്ല അല്ലെ? അപ്പൊ ഇതേപോലെ ഇങ്ങനെ പാലങ്ങനെ കടക്കണോ വേണ്ടേ അങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, എന്താ ഈ മൂട് കുലുക്കിയോണ്ട് ഇവിടെ നിക്കണ എന്താ അക്കരക്ക് പോണ്ടേ, എന്താ ഇവിടെ ഇങ്ങനെ നിക്കണെന്ന് ചോദിച്ചു. അപ്പോ പറയും, ഇത് താഴെ നരകാണ്, അക്കരക്ക് എത്തണം, എത്താതെ പറ്റൂല, ഇവിടെ ഇങ്ങോട്ടും കാര്യമില്ല. പക്ഷെ ധൈര്യം അങ്ങോട്ട് കിട്ടണില്ല, അങ്ങോട്ട് പോകാൻ ധൈര്യം കിട്ടണില്ല. ഇതിങ്ങനെ പറയുമ്പോ ചോദിക്കും, ദുന്യാവ് നിങ്ങൾ ഈ കടലിൽ കൂടെ ഒക്കെ എങ്ങനെ പോയിരുന്നത്? അവിടെ ഇങ്ങനെ അതിന്റെ മുകളിൽ കൂടെ ഫ്ലൈറ്റിൽ കൂടെ അല്ലെങ്കിൽ കടലിന്റെ മുകളിൽ കൂടെ കപ്പലിൽ കൂടെ ഒക്കെ നമ്മള് ദുന്യാവില് പോവല്. എന്നാ അവിടെ എന്നിട്ട് അയാളെ ഏറ്റവും ഇഖ്ലാസോട് കൂടെ ഇബാദത്തെടുത്ത പള്ളിയിലാണ് കൊണ്ടുവരുന്ന. ആ പള്ളിയിൽ വാഹനായിട്ടാണ് വരും. ആ വാഹനായിട്ടാണ് വന്നാൽ ആ പള്ളിയിൽ ഇയാളാണ് കയറും. എന്നിട്ട് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് അങ്ങനെ പോകും. ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ ആ മുഅ്മിനീങ്ങളൊക്കെ ഇട്ട് അങ്ങനെ മട്ടത്തിൽ അങ്ങനെ പോകും. അപ്പൊ പിന്നെ ബേജാറില്ല, അതൊരു സംഗതിയാണ്, ഹദീസിലുള്ളതാണ്. അപ്പൊ അങ്ങനെ അക്കരക്കാണ്. അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ പോയി 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 ഒരാൾ അക്കരനെ കടന്നാൽ തിരിഞ്ഞു നോക്കൂല. 25,000 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര തിരിഞ്ഞു നോക്കുള്ളൂ. ആദ്യ നബി 108,000 കൊല്ലമായിട്ടുള്ളൂ കേട്ടോ. 25,000 കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. വന്ന വജ്ജ് ബേജാറുണ്ട്, പേടിന്റെ ഒക്കുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ നിരങ്ങി 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 ഇങ്ങനെ വരുന്നുണ്ടാവും. തര ലാസ്റ്റ് മെമ്പർ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ ആ മെമ്പറെങ്കിലും ഇന്നെ ആക്കണേ. ആ ദുആയും കഴിഞ്ഞു. ഇപ്പൊ നമ്മളതിലാ പെടുക. അല്ലെങ്കിൽ ആലോചിച്ചു, അതാണ് പൂർവികരായ ആളുകൾ. അപ്പോ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ഞാൻ അവിടെ ഉണ്ടാവും, അവിടെയും കണ്ടെങ്കിൽ വെച്ചു, ഈ 3 സ്ഥലത്തുണ്ടാവും ഞാൻ. നബി തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചു സഹാബി. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, വകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅത്തിൻ ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ബിൻ ഖാരിബി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുപാട് ആളുകൾ റെക്കമെൻഡ് ചോദിച്ചു. ആ ചോദിച്ചവരിൽ പെട്ടവരാണ് മഹാനരായ മാസിൻ റളിയല്ലാഹു അൻഹു ലിതശ്ഫഅലി യാ ഖൈറ മൻ വാതി അസ്റാ. ഭൂമി ലോകത്ത് ഏറ്റവും വിശിഷ്ടമായ പാദസ്പർശനത്തിന് വിധേയമായ ഈ ഭൂമിയുടെ മുകളിൽ ജീവിച്ച മഹാനരായ മുത്തുനബിയെ റെക്കമെൻഡ് പറയണം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഇലാ മഅ്ശരിൻ ഖാലഫ്തു ഫില്ലാഹി ദീനഹും വലാ റഅയുഹും റഅയി വലാ ശർജുഹും ശർജി. ഹബീബായ തങ്ങളെ, എന്റെ നാട്ടുകാരി എല്ലാ നിലക്കും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന അവരുടെ ആദർശമെല്ലാം മാറ്റി അവരുടെ ആദർശത്തിൽ നിന്നും എതിരായി അങ്ങയുടെ ദീനനുഷ്ഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങെനിക്ക് പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പറയണം എന്നും പറഞ്ഞ് മഹാനരായ മാസിബ് ബിൻ ഖലൂബ റളിയല്ലാഹു അൻഹു ഒമാനിൽ നിന്നും മുത്തുനബിയുടെ അടുക്കിലേക്ക് വന്ന് പാടിയ സംഭവം അല്ലാമ ബൈഹഖി തങ്ങൾ ദലായിലുൻ നുബുവയിൽ, അല്ലാമ ഹഫിദുദ് ദുനിയ ഇബ്നു അസാക്കിർ തങ്ങൾ, അല്ലാമ അബുൽ ഖാസിം അത്ത്-തബറാനി അവിടുത്തെ മുഅ്ജമുൽ കബീറിൽ ഒരുപാട് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ നാടിന്റെ സമാധാനത്തിന് വേണ്ടി ദുആയിരുന്നു. ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ ICC-യിൽ കുറച്ച് സമാധാനവും വിവാദങ്ങളിലൊന്നും കൂടുതൽ ഏർപ്പെടുകയൊന്നും ചെയ്യാത്ത നാടാണ് ഒമാൻ. ഇപ്പൊ ഖത്തറും പ്രശ്നം വന്നപ്പോഴും ഒമാൻ പറഞ്ഞു, ഞങ്ങളില്ല.
അപ്പൊ അങ്ങനെ ഉള്ളൊരു നാടാണ്. ആ നാട്ടിലാണ് ബഹുമാനപ്പെട്ട മുഅ്സ് ബിനുൽ ഖലൂബ റളിയല്ലാഹു അൻഹു ഒഴിവൊക്കെയുള്ള ആൾക്കാർ അവിടേക്ക് ഒന്ന് പോയി സിയാറത്ത് ചെയ്യാൻ നല്ലതാ. ഒമാനിക്ക് ആകെ വിസക്ക് 4000-3000 ചെല്ലാനുള്ളൂ. ഏറ്റവും ടിക്കറ്റും വളരെ കുറവുള്ള ടൈമിൽ നോക്കിയിട്ടൊന്ന് പോയിട്ട് ഈ മാസിൻ തങ്ങളുടെ അടുക്കലൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യുന്നത് വളരെ നല്ലതാ. സലാല, ആ സലാലയില് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാമിരി എന്ന ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം, അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കളുടെ, നബിമാരുടെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ആ കുളിച്ച ആ സ്ഥലങ്ങള്, അവിടുത്തെ ഖബർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് ഉമ്മാൻ. ഉമ്മാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഉമ്മാൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മകനാണ്, അതല്ല മകന്റെ മകനാണ് എന്ന അഭിപ്രായവും ഉണ്ട്. ഏതായിരുന്നാലും ആ പേരിലാണ് ആ നാട് അറിയപ്പെടുന്നത്. അവിടെ ഒരുപാട് മഹാരഥന്മാരുണ്ട്. ആ മഹാരഥന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും വിജയത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാണ് ഈ സമയത്ത് നിർത്താനുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം